സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി ചാർജ് എടുത്തു. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിൽ നിന്നും സംസ്ഥാന സർക്കിൾ യൂണിയൻ പ്രതിനിധി ഭാസ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിനയകുമാർ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത്. ഒറ്റപ്പാലം സർക്കിൾ സഹകരണ യൂണിയൻ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ബ്ലിസൺ സി ഡേവിസിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ഭരണസമിതി അംഗങ്ങളായി ഭാസ്കരൻ, നാരായണൻകുട്ടി, മോഹനൻ, എൻ നാരായണൻകുട്ടി, ജിതേഷ്, ബാലസുബ്രഹ്മണ്യൻ, വത്സല, ഷാജി, ബാലൻ, മാണിക്യൻ എന്നിവരും ചുമതലയേറ്റു. ഒരുപാട് ഉത്തരവാദിത്തമുള്ള ചുമതലയാണ് ഏറ്റെടുക്കുന്നതെന്നും ജീവനക്കാരുടെയും മറ്റ് ഭരണസമിതി അംഗങ്ങളുടെയും സഹകരണം ഉണ്ടാവണമെന്നും ചുമതലയേറ്റ ശേഷം വിനയകുമാർ പറഞ്ഞു. ചെയർമാൻ എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ 11 പേരിൽ മോഹനമാർക്ക് മാത്രമാണ് മുൻപരിചയമുള്ള ഒരാളുകൾ. പ്രധാനമന്ത്രി 2 പേര്, ബാക്കി 9 പേരും കുടുംബങ്ങളാണ്. എന്നാൽ സഹകരണ മേഖലയിൽ അടുത്ത അനുഭവം പരിചയം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. 10 കൊല്ലക്കാലം പട്ടാമ്പി ബ്ലോക്ക് ഭവന നിർമ്മാണ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 10 കൊല്ലം കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റെയ്ഡ്കോന്റെ ഡയറക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി വർഷക്കാലം സഹകരണ മേഖലയിലെ അംഗം എന്നുള്ള നിലയിലും അതിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിലും ഒക്കെയുള്ള പ്രവർത്തനം നടത്തിയത് അനുഭവം ഇപ്പോൾ ഉണ്ട്. ഈ ചുമതല ആദ്യമായിട്ട്, അതുകൊണ്ട് ഈ ചുമതലകൾ നേരത്തെ റിട്ടേണിംഗ് സൂചിപ്പിച്ച പോലെ അത് വലിയ ചുമതല, ഒരുപാട് അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാനുള്ള ഒരു സമിതിയാണ് ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കിലെ സഹകരണ മേഖലയെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തുക, നല്ല നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് ഞങ്ങളോടൊപ്പം ഒറ്റപ്പാലം പട്ടാമ്പി ARRCത്തെ മുഴുവൻ ജീവനക്കാരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാവണം. അനുഭവക്കുറവിൻ്റെ പോരായ്മകളും കുറവുകളും ചിലപ്പോൾ സംഭവിച്ചേക്കാം. യഥാസമയങ്ങളിൽ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്ന് ഒരു നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.